ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പീസ് കുക്ക് ബുക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് പനീർ പോപ്കോൺ ആണ്. ഇതൊരു വെജ് സ്റ്റാർട്ടറാണ്. മാത്രമല്ല വളരെ ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് കൂടിയാണിത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യമായിട്ട് 3 ടേബിൾ സ്പൂൺ മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് 3/4 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് ഇറ്റാലിയൻ മിക്സ്ഡ് ഹെർബ്സ് ആണ്. 1/4 ടീസ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇടാം, ഇല്ലയെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെയായിട്ട് വെള്ളം ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നല്ല പോലെ അത് ലൂസായിട്ട് പോകാനായിട്ട് പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഈ ഒരു മിക്സ് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഞാനിവിടെ 200 ഗ്രാം പനീർ ക്യൂബ്സ് ആണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അതിൽ മിക്സാക്കി എടുക്കാം. പനീറൊക്കെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അത് പൊട്ടിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ കുറേ നമ്മൾ കുത്തി ഇളക്കാതെ പതുക്കെ അത് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള പനീർ പീസസ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതുകൂടെ നമുക്ക് അതിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്നുകൂടെ നന്നായിട്ട് ആ പനീർ ക്യൂബ്സിലൊക്കെ ആ ഒരു മിക്സ് പിടിക്കാനായിട്ട് നമുക്കിതൊരു 20 മിനിറ്റ് നേരത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡ് ക്രംസ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 2-3 ബ്രെഡ് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൈസിനെസ് കിട്ടാനായിട്ട് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പനീർ ക്യൂബ്സിലൊക്കെ നന്നായിട്ട് ആ ഒരു മിക്സ് കോട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പനീർ ക്യൂബ്സ് ബ്രെഡ് ക്രംസിൽ കൂടെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. കോട്ട് ചെയ്തെടുക്കുമ്പോൾ ഫുള്ളായിട്ട് കോട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പനീർ ക്യൂബ്സ് എല്ലാം തന്നെ നമുക്കങ്ങനെ ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മളിവിടെ എല്ലാ പനീർ പീസസും ഇതുപോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പനീർ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മൾ കോട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പനീർ ക്യൂബ്സ് ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ പനീർ പോപ്കോൺ തയ്യാറാക്കി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിം ടു ഹൈ ഫ്ലെയിമിൽ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ കുറേ നേരം ഇട്ട് കഴിഞ്ഞാലും ഇത് പനീർ ക്യൂബ്സൊക്കെ കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ചിട്ട് ഇതുപോലെ എല്ലാ സൈഡും ഒന്ന് നല്ലപോലെ മുരിയിച്ചെടുക്കുക. ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിലേക്ക് പനീർ ക്യൂബ്സൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്കിത് ഇതുപോലെ കോരിയെടുക്കാം. കോരിയെടുത്തിട്ട് നമുക്കതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള പനീർ ക്യൂബ്സ് കൂടെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള പനീർ പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സോസിൻ്റെ ഒപ്പം വേണമെങ്കിൽ സോസിൻ്റെ ഒപ്പം കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മയോണൈസിൻ്റെ ഒപ്പം ആണെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ്. മയോണൈസിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊന്ന് ചെക്ക് ചെയ്തേക്കുക. അവിടെ നമ്മൾ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്നാക്ക് എന്ന് പറയുന്നത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. മാത്രമല്ല വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് ഇതൊന്ന് തയ്യാറാക്കി നോക്കാവുന്നതാണ്. വളരെ ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ഇന്നത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് ഞങ്ങളെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഫാമിലി ഫ്രണ്ട്സായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും നമ്മുടെ ചാനലിൽ ഇപ്പോൾ പുതുതായിട്ട് വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് കൂടി എനേബിൾ ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വ്യത്യസ്ത റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്